ശ്രീ ഷാബു പ്രസാദ്, നമുക്കറിയാമല്ലോ ഇപ്പോൾ പാകിസ്ഥാനേത് പോലെ തന്നെ ആ സ്വഭാവത്തിലല്ല എങ്കിൽ പോലും നിരന്തരമായി ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യം തന്നെയാണ് ചൈന. പക്ഷെ പലപ്പോഴും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതായി മുന്നോട്ട് പോകുവാനുള്ള നീക്കങ്ങളൊക്കെ നടക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും അത് നന്നായി പോകാറുണ്ട്. പഹൽഗാം യഥാർത്ഥത്തിൽ ചൈനയ്ക്കും വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. ചൈന ഇന്ത്യയെ പിന്തുണയ്ക്കുകയല്ല ചെയ്തത്, മറിച്ച് പാകിസ്ഥാന്റെ പരമാധികാരം എന്നത് ആവർത്തിച്ചു പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന്റെ കാരണം എന്ത് എന്നതും വ്യക്തമാണ്. ചൈനയുടെ ആയുധങ്ങളാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിരന്തരം വാങ്ങുന്നത്. ഏതാണ്ട് 80% ചൈനയുടെ ആയുധങ്ങളാണ്. അങ്ങനെ ഒരു വിപണി സാധ്യത അവിടെയുണ്ട്. ഇന്ത്യയെപ്പോലെ ഒരു ശക്തിയായി വളരുന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയായും ചൈനയ്ക്ക് നാളെ വെല്ലുവിളിയാകുമെന്ന് അവർക്കുറപ്പുള്ള ഒരു രാജ്യത്തിനെ ഏതൊക്കെ രീതിയിലാണോ തടയിടാൻ പറ്റുക, അതിനുള്ള ഒരു ശ്രമം നടക്കും. അതിൽ തന്നെ ഈ ആയുധ കരുത്ത് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് തന്നെ കേരളത്തിൽ യുദ്ധം ഒന്നിനും പരിഹാരമല്ല, സമാധാനമാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഏതാണ്ട് 40ഓളം രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ വിൽപ്പന നടത്തുന്നതും കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് എന്നതും വസ്തുതയായി തന്നെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആയുധങ്ങൾ എന്നതിന് നമുക്ക് നിസ്സാരമായി കാണാനാകില്ല എന്ന് പഹൽഗാമിന് ശേഷമുള്ള സാഹചര്യമൊക്കെ തെളിയിച്ചു കഴിഞ്ഞു. അവിടെ ചൈനയെപ്പോലെ 40 രാജ്യങ്ങൾക്കെങ്കിലും ആയുധങ്ങൾ വിൽക്കുന്ന ഒരു രാജ്യത്തിന് ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോയി എന്ന് ഒരു പൊതു നിരീക്ഷണം ഉണ്ടാകുന്നുണ്ടോ? ഇവിടെ സൂചിപ്പിച്ചിരുന്നു, ഒരു ആയുധത്തിൻ്റെ കരുത്ത്, അതിൻ്റെ ക്വാളിറ്റി, അത് തെളിയിക്കപ്പെടേണ്ടത് ടെസ്റ്റ് ഗ്രൗണ്ടിലും അല്ലെങ്കിൽ പരീക്ഷണശാലകളിലും ലാബിലും ഒന്നുമല്ല. അതൊക്കെ അതിൻ്റെ ഇനിഷ്യൽ ഘട്ടങ്ങൾ. ഒരു ആയുധം അത് എന്ത് തന്നെയായാലും, അത് യുദ്ധവിമാനമായാലും ശരി, പീരങ്കി ആയാലും ശരി, എന്താണെങ്കിലും ഒരു റിയൽ കോമ്പാറ്റ് സീനിലാണ്, ആ സിറ്റുവേഷനിലാണ് അത് അതിൻ്റെ കഴിവ് തെളിയിക്കേണ്ടത്. അതേപോലെ തന്നെ ഒരു സൈന്യത്തിൻ്റെ കഴിവ് എന്ന് പറയുന്നത് അതിൻ്റെ കോമ്പാറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഈ രണ്ട് കാര്യത്തിലും ചൈന ഒരു പരാജയമാണ് എന്ന് ഇവിടെ ഇപ്പം തെളിയിക്കപ്പെട്ടു. ഇതിപ്പോൾ നമ്മളൊന്ന് സീരിയസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. കാര്യം അവര് ഈ പ്രൊപ്പഗാൻഡയിൽ എന്നും ഈ കമ്മ്യൂണിസ്റ്റുകാർ വളരെ അഡ്വാൻസ് ആണ്, മുന്നിലാണ്. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു അങ്ങനൊരു അവിടെ വരുമായിരുന്നു ഈ സോവിയറ്റ് യൂണിയൻ, സോവിയറ്റ് നാട്, സോവിയറ്റ് സമീക്ഷ, ഇങ്ങനെയൊക്കെയുള്ള ചില മാഗസിൻസ് വരുമായിരുന്നു. അതും മലയാള ഭാഷയിൽ സോവിയറ്റ് യൂണിയനിൽ അച്ചടിച്ച സാധനമാണത്. ഒന്ന് ആലോചിച്ച് നോക്കണം, മലയാളം പോലൊരു ചെറിയ ഭാഷയിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് അച്ചടിച്ച ഹൈ ക്വാളിറ്റി, എന്തൊരു ക്വാളിറ്റി പേപ്പറാണെന്നറിയോ അതിൻ്റെയൊക്കെ. അത് വായിച്ചാൽ ഈ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനാണെന്ന് നമുക്ക്. സോവിയറ്റ് യൂണിയനെ കഴിഞ്ഞൊരു ശക്തി ഈ പ്രപഞ്ചത്തിലില്ല എന്ന് തോന്നുന്നു. അന്നത്തെ അവരുടെ പ്രൊപ്പഗാൻഡയുടെ ഒരു ഭാഗമായിരുന്നു അത്. പക്ഷേ എന്തായിരുന്നു സത്യമെന്ന് ലോകം പിന്നീടാണ് മനസ്സിലാക്കിയത്. മലയാളം പോലൊരു ചെറിയ ഭാഷയിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ ആ പ്രൊപ്പഗാൻഡയുടെ കരുത്ത് എത്രത്തോളം ഉണ്ടാവും, അങ്ങനെ ലോകത്ത് എവിടെയെല്ലാം പോകുന്നുണ്ടാവും. അതിൻ്റെ ഒരു ആധുനിക രൂപമാണ്, ഇന്നത്തെ കാലത്തെ ഒരു രൂപമാണ് ഇപ്പം ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഫേസ്ബുക്ക് ഒന്ന് തുറന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളെ തുറന്നു കഴിഞ്ഞു, ചൈനയിലെ പാലം, ലോകത്തിലെ ഏറ്റവും വലിയ പാലം, ഏറ്റവും വലിയ ട്രെയിന്, 10ാം തലമുറ ഫോണ്, 6ാം തലമുറ വിമാനം അവർ പറത്തി. ഇത് തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഇത് തുടർച്ചയായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാതെ സൈക്കോളജിയാണ്, അതൊരു സൈക്കോളജിയാണ്. തോന്നും ഒരു ഭയങ്കരന്മാരാണല്ലോ, സംഭവം ഭയങ്കരമാണല്ലോ. അത് കഴിഞ്ഞ് അതിന് പോരാത്തതിന് ഇവിടെ കുറെ ചൈനയും കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ വക, അതായത് ചൈനയുടെ മിലിറ്ററി ബജറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ 3 ഇരട്ടിയാണ്. സത്യമാണ്, ശരിയായിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മിലിറ്ററി ബജറ്റിൽ മഹാഭൂരിപക്ഷവും 60-70% ചൈന ചെലവഴിക്കുന്നത് അവരുടെ സൈനികർക്ക് ശമ്പളം കൊടുക്കാനാണ്. അത് മാത്രമല്ല, ഈ ചൈനീസ് മിലിറ്ററിയുടെ അവരുടെ പവറിന്റെ വലിയൊരു ശതമാനം അവർ യൂസ് ചെയ്യുന്നത് അവരുടെ ജനങ്ങളെ തന്നെ അടിച്ചമർത്താനാണ്. ഈ സിൻഹുവയിലൊക്കെ നടക്കുന്ന കാര്യം എന്താണെന്ന് പുറലോകം അറിയുന്നില്ല. നമ്മൾ ചൈനയെ പറ്റി കേൾക്കുന്നത് ഈ അവരുടെ ബുള്ളറ്റ് ട്രെയിന്, ഷാങ്ഹായ് എയർപോർട്ടിൽ നിന്ന് നഗരത്തിലേക്കുള്ള മാഗ്ലൈവ് ട്രെയിന്,
റോബോട്ടുകൾ, കുറെ ആശുപത്രികൾ, ഇത് മാത്രമാണ് കാണുന്നത്. ഇതൊന്നും അല്ല ചൈന എന്ന് പറയുന്നത്. ചൈന എന്ന് പറയുന്നത് ഇന്ത്യയെക്കാട്ടി വലിയൊരു ഭൂവിഭാഗമാണ്. ഇന്ത്യയോടൊപ്പം ജനസംഖ്യയുള്ളൊരു രാജ്യമാണ് ചൈന. ആ ചൈനയുടെ 90% വരുന്ന ഗ്രാമങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും എന്താണ് നടക്കുന്നത് എന്ന് ഈ ലോകത്തിന് ഇന്നും അറിയില്ല. അതൊക്കെ അടിച്ചമർത്താനും അതിനു വേണ്ടിയിട്ടാണ് ഇവരുടെ ഈ മിലിറ്ററി ബജറ്റിന്റെ, പ്രതിരോധ ബജറ്റിന്റെ ഭൂരിഭാഗവും ചെലവാക്കുന്നത്. അത് മാത്രമല്ല, ഇവർക്ക് പ്രശ്നമില്ലാത്ത ഏതെങ്കിലും അയൽ രാജ്യം ഉണ്ടോ ഇവർക്ക്? റഷ്യയായിട്ട് വരെ ഇവർക്ക് അതിർത്തി തർക്കം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ അവരുടെ ഒരു ഇൻഹറന്റാണ് ഇങ്ങനെ കാണുന്നവനെ മുഴുവൻ തോൽപ്പിക്കൊണ്ടിരിക്കുക, ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതുപോലെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വർഗം ലോകത്ത് വേറെ ഇല്ല. അപ്പം അവരുടെ സത്യത്തിൽ ഈ യുദ്ധം നടന്നത്, ഈ 3 ദിവസത്തെ യുദ്ധം എന്ന് പറയുന്നത്, പണ്ട് സത്യത്തിൽ 6 ദിവസത്തെ യുദ്ധം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ മിലിറ്ററി പാഠപുസ്തകങ്ങളുള്ളതാണ് ഇസ്രായേലിൽ. അതിനുശേഷം ശരിക്കും ഒരു റെഫറൻസ്, വാറിന്റെ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പൊ നമ്മുടെ ഈ 3 days വാർ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ സിവിലിയൻ കാഷ്വാലിറ്റി പോലും ഇല്ലാതെ ആ എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രിസിഷൻഡ് ആയിട്ട് എങ്ങനെ ഈ ലോകത്ത് യുദ്ധം നടത്താം എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. അപ്പം ആ യുദ്ധത്തിന്റെ ഒരു മാനവിക മുഖം കൂടെയാണ് ഇവിടെ കണ്ടത്. അപ്പം ഇത് ഇങ്ങനെ ഈ യുദ്ധത്തില് സത്യത്തിൽ ഒരു